താഴമ്പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങലേ സുപ്രഭാതം, എല്ലാത്തിനും അവസാനം സുപ്രഭാതം വരും. ഇപ്പൊ സി ഡി മൂസ രണ്ടാം ഭാഗം വരുന്നു പറയുമ്പോൾ നമ്മൾ അതിനകത്ത് മിസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്കും അശ്വൻ ചേട്ടനും കൂടെ ഓർമ്മ വരുന്നത് ഈ ഹനീഫ് കൈം ജഗത് ചേട്ടനും അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങളുടെ പറക്കുന്നടിയിലെ ഒരു രംഗമുണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൊട്ടയറൊക്കെ നടത്തുന്ന ഭയങ്കര ബഹളമായിട്ടുള്ള ഒരു സമയം, ആ ഒരു സീൻ അത്രയും നിങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്? അത് ശരിക്കും ഒരു യൂണിറ്റുകാർ താമസിക്കുന്ന ഒരു വീടായിരുന്നത്. ജെ യൂണിറ്റ് അങ്ങനെ എന്തോ വന്ന എറണാകുളത്തിന് കാക്കനാട് സൈഡിലൊരു അവിടെ 4-5 ദിവസം എടുത്ത് അതെടുക്കാൻ ഷൂട്ട് ചെയ്യാനായിട്ട്. മതിൽ ചാടി അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തുള്ള ഈ മൊട്ടയേറും ബഹളവും എല്ലാം ചെയ്യും. കാരണം അത്രയും ഷോട്ട്സ് ഉണ്ട് അതിന്, അത്രയും രാത്രികളിലേ പറ്റുള്ളൂ. അത്രയും രാത്രി എടുത്തു നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നൊരു 300-400 കോഴിമുട്ടേറ്റ് വന്ന് എറിഞ്ഞു. ഷോട്ടിൽ എറിഞ്ഞ് കറക്റ്റായിട്ട് പൊസിഷനിൽ കൊണ്ടില്ലെങ്കിൽ പിന്നെ അത് വാഷ് ചെയ്ത് മുടിയൊക്കെ ഉണക്കി ഡ്രസ്സൊക്കെ ഉണക്കി ഉണ്ടാകും. പിന്നെ അങ്ങനെയൊക്കെ കുറേ പ്രാവശ്യം എടുത്താലേ അത് ശരിയാവുള്ളൂ. അങ്ങനെ എടുത്തു ശരിക്കും. പക്ഷെ അത് എൻജോയ് ചെയ്തു ശരിക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്താലോ ഇങ്ങനെ ഒരു സംഭവം ചെയ്താലോ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കുറേ സംഭവങ്ങൾ കയറിയതിൽ നല്ല ത്രില്ലായിരുന്നു. കാരണം എല്ലാം നല്ല ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. ദിലീപ്, ഞാൻ, അനീഫിക്കയും സലീം ഒക്കെ അവർ 4 പേരും ഞങ്ങൾ പൊടിപ്പിക്കുകയാണത്. അത് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് തന്നെയാണ്. ടൈമിങ് കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാവുന്ന കൊണ്ടിട്ട് ആ ഒരു മീറ്ററിൽ പിടിച്ചാണ് ചെയ്തത്. 5 ദിവസം എടുത്തു. 5 ദിവസം 4 ദിവസം 5 ദിവസമായിട്ട് എടുത്തു. 5 രാത്രി പാടിയ പാട്ടുണ്ട് അപ്പൊ കിട്ടുന്നതാണ്. അപ്പൊ വരുന്നത് എന്തെങ്കിലും ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നോക്കണ്ട റൗണ്ട് ചെയ്ത് ഞാനല്ല എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ പല ക്യാരക്ടറിലും അശ്വൻ പാട്ടുകളുണ്ട്, വരി തെറ്റിച്ചിട്ടുള്ള പാട്ടുകൾ ഇടയ്ക്ക് പാടാറുണ്ട്. അതെല്ലാം കൈനിടുന്നത് തന്നെയാണ്. യഥാർത്ഥ ജീവിതത്തിൽ അതുപോലെ താഴമ്പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങലേ സുപ്രഭാതം, എല്ലാത്തിനും അവസാനം സുപ്രഭാതം വരും. അത് ഡ്രാമയിൽ പണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതങ്ങനെ പോസ്റ്റ് ചെയ്ത സ്ഥലം കിട്ടിയത് അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതവിടെ എടുത്ത് ഞങ്ങൾ പോസ്റ്റ് ചെയ്തു. പിന്നെ ആ പടത്തിൽ അർജുനൻ പിള്ളി 5 മക്കളും അത് കുറേ സീനിൽ അങ്ങനത്തെ പാട്ടുകളുണ്ട്. കണ്ണുനീർത്തുള്ളി പുരുഷനോട് ഉപമിച്ച കാളിദാസനോ സുപ്രഭാതം, 1000 പാദസോ രങ്ങൾ കിലുങ്ങി അമ്പലപ്പുഴ സുപ്രഭാതം, എല്ലാത്തിനും സുപ്രഭാതത്തിൽ കൂടെ നിർത്തുള്ളൂ.